ഹലോ വെൽക്കം ഓൾ വെൽക്കം ടു ദി ചാനൽ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡച്ചിനെ പറ്റിയാണ്. ഡച്ച് സെറ്റിൽമെൻറ്റ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഡച്ച് സെറ്റിൽമെൻറ്റ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, ഡച്ച് എന്ന് വിളിക്കുന്നത് നെതർലാൻഡിലുള്ള ആൾക്കാരെയാണ്. നെതർലാൻഡ് അല്ലെങ്കിൽ ഹോളണ്ട്. നെതർലാൻഡ് അല്ലെങ്കിൽ ഹോളണ്ടിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അവിടെ നിന്ന് വന്ന ട്രേഡേഴ്സിനാണ് ഡച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അവരാണ് ഡച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ആദ്യമായിട്ട് യൂറോപ്യൻസ്, ഇത് സീ റൂട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്ത യൂറോപ്യൻസ് പോർച്ചുഗീസാണ്. പോർച്ചുഗീസ് വന്നതിന് ശേഷം ബാക്കി ഉള്ള യൂറോപ്യൻസും ഇങ്ങനെ പതുക്കെ പതുക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഡച്ചും വന്നു. ഓക്കെ, അങ്ങനെ ഡച്ചും വന്നു. ആദ്യമായിട്ട് ഏഷ്യയിലോട്ട് ട്രേഡിങ്ങിന് വേണ്ടി വന്ന ആദ്യത്തെ ഡച്ച് മാനാണ് ഡി ഹോട്ട്മാൻ. ഓക്കെ, ഡി ഹോട്ട്മാൻ ആണ് ആദ്യമായിട്ട് വന്ന ഡച്ച് മാൻ. എവിടെയാണ്? ഏഷ്യ, അത് സുമാത്ര, ബന്ദാം, അവിടെയാണ് വന്നത്. 1596 വന്നത്. 1596 വന്നത്. എവിടെയാണ് വന്നത് വെച്ചാൽ സുമാത്ര ആൻഡ് ബന്ദാം, ഇവിടെയാണ് വന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി ഈ നെതർലാൻഡ് സ്റ്റേറ്റ് അവിടെ ബൈക്യാമറൽ ലെജിസ്ലേഷനാണ് ഉള്ളത്. അവിടെ സ്റ്റേറ്റ് ജനറൽ ഓഫ് നെതർലാൻഡ്, അതിൻ്റെ കീഴിൽ സെനറ്റ്, നമ്മുടെ ഇവിടെ ലോവർ ഹൗസ് അപ്പർ ഹൗസ് എന്ന് പറഞ്ഞില്ല, അതുപോലെ പിന്നെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. ഇവരാണ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ഓക്കെ, ബൈക്യാമറൽ ലെജിസ്ലേഷനാണ്. അപ്പോൾ ഈ ടൈം ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഈ നെതർലാൻഡിനുള്ളിൽ ഒരുപാട് കുഞ്ഞു ട്രേഡിംഗ് കമ്പനീസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് കുഞ്ഞു ട്രേഡിംഗ് കമ്പനീസ് ഉണ്ട്. ഈ ട്രേഡിംഗ് കമ്പനീസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇവരാണ്. ഓക്കെ, സ്റ്റേറ്റ് ജനറൽ ഓഫ് നെതർലാൻഡ്സ്, അതായത് സെനറ്റും ഹൗസ് ഓഫ് റിപ്പബ്ലിക്കും ഇവർ തന്നെയാണ്. അത് മൊത്തത്തിൽ പറയുമ്പോൾ സ്റ്റേറ്റ് ജനറൽ ഓഫ് നെതർലാൻഡ്. ഇവരാണ് ഈ കുഞ്ഞു ട്രേഡിംഗ് കമ്പനീസിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് നെതർലാൻഡ് സ്റ്റേറ്റിനുള്ളിൽ തന്നെ കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കുഞ്ഞു ട്രേഡിംഗ് കമ്പനീസിനെ എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു വലിയ കമ്പനിയാക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് നെതർലാൻഡ്സ് ആക്കി മാറ്റി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് നെതർലാൻഡ്സ് അല്ലെങ്കിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാക്കി മാറ്റി. അത് സ്റ്റേറ്റ് ജനറൽ ഓഫ് നെതർലാൻഡാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. അവർ എന്ത് ഫോം ചെയ്തു? ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ്, അത് സ്റ്റേറ്റ് ജനറൽ ഓഫ് നെതർലാൻഡ് ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് നെതർലാൻഡ് ഫോം ചെയ്തു. അത് ഫോം ചെയ്യുക മാത്രമല്ല, അവർക്ക് കുറച്ച് പവേഴ്സ് കൂടി ഇവർ കൊടുത്തു. എന്തൊക്കെ പവേഴ്സാണ് കൊടുത്തതെന്ന് വെച്ചാൽ, ഇവർക്ക് വാർ ഡിക്ലെയർ ചെയ്യാനുള്ള പവറുണ്ട്. ഓക്കെ, ട്രീറ്റീസ് സൈൻ ചെയ്യാൻ ഉള്ള പവർ കൊടുത്തു. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ടെറിട്ടറി കോൺക്വർ ചെയ്യാനുള്ള പവറും ഇവർക്ക് കൊടുത്തു. അത് മാത്രമല്ല, ഫോർട്ടിഫിക്കേഷൻ, അതിനുള്ള പവറും ഇവർക്ക് കൊടുത്തു. അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് നെതർലാൻഡ് ഫോം ചെയ്തു, എന്നിട്ട് ഇത്രയും പവേഴ്സ് കൊടുത്തു. ഏത് ഇയറിലാണ് ഇത് ഫോം ചെയ്യുന്നത് പറഞ്ഞാൽ 1602 ഫോം ചെയ്തത്. ഈ കമ്പനി ഫോം ചെയ്യുന്നത് 1602 ഇതിന് മുന്നേ തന്നെ ഇവർ എന്ത് ചെയ്തു? സീ റൂട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡി ഹോട്ട്മാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു സീ റൂട്ട്. അത് 1596 കമ്പനി ഫോം ചെയ്ത് 1602 ഉള്ളൂ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഈ ഡച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ട്രേഡേഴ്സാണ്. ഓക്കെ, ഇവർക്ക് സെറ്റിൽമെൻറ്റിന് താല്പര്യമില്ല. ഓക്കെ, ഇവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ സ്പൈസ് ഐലൻഡാണ്. സ്പൈസ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ മലൈ ആർക്കിപ്പെലോഗയിലുള്ള ഐലൻഡ്സ്, അത് ഇന്തോനേഷ്യ, മലേഷ്യ, ബ്രൂണൈ, അതൊക്കെയാണ് ഇവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? പക്ഷേ എങ്കിൽ കൂടിയും ഇവർ ഇന്ത്യയിൽ വന്നിട്ട് ട്രേഡ് നടത്തുന്നുണ്ടായിരുന്നു. ഇന്ത്യയിൽ വന്ന് എന്തൊക്കെ ട്രേഡ് നടത്തുന്നുണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ സ്പൈസസ് ഉണ്ട്. ഈ പ്രത്യേകിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇൻഡിഗോ ട്രേഡ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ടെക്സ്റ്റൈല്, പിന്നെ ഓപ്പിയം, റൈസ്, സിൽക്ക്, ഇതാണ് ഇമ്പോർട്ടൻറ്റ്.
അപ്പോൾ ഈ ട്രേഡൊക്കെ ഇവർ നടത്തുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് ഇതൊക്കെ കൊണ്ടുവന്നിട്ട് എവിടെയാണ്, മലയ ആർക്കിപ്പെലാഗോയിൽ കൊണ്ടുവന്നിട്ട് ട്രേഡ് ചെയ്യും. അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതിനുശേഷം ഇവർ വന്നത് 1602 പറഞ്ഞില്ലേ. ഇവർ വന്ന ടൈമിൽ പോർച്ചുഗീസുകാർ ഇവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതുപോലെ തന്നെ ഇവർ വന്ന ടൈമിൽ ആരും വന്നിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി കോമ്പറ്റീഷൻ ഉണ്ടായി, കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഓക്കെ, കോമ്പറ്റീഷനും ഉണ്ടായി, കോൺഫ്ലിക്റ്റും ഉണ്ടായി. കോൺഫ്ലിക്റ്റും ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ഈ 16 എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അതുപോലെ കോമ്പറ്റീഷൻ ഉണ്ടായി. അപ്പോൾ ഈ പോർച്ചുഗീസിൻ്റെ കയ്യിൽ നിന്നും ഇവർ മലൈ ആൻഡ് ഇന്തോനേഷ്യ ക്യാപ്ചർ ചെയ്തു. അതുപോലെ തന്നെ അവർ ശ്രീലങ്കയും കോൺക്വർ ചെയ്തു. ഓക്കെ, ശ്രീലങ്കയും കോൺക്വർ ചെയ്തു. അപ്പോൾ ഇത്രയും ആയപ്പോൾ തന്നെ പോർച്ചുഗീസിൻ്റെ പവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. അതായത് പോർച്ചുഗീസിന് ഈസ്റ്റിലുള്ള ഡോമിനൻസ് ആര് റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി, ഡച്ച് റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ പോർച്ചുഗീസിന് ഡിക്ലൈൻ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി എന്താണ്, യൂറോപ്യൻസിൻ്റെ അഡ്വൻറ്റ് കാരണവും ഇവരുടെ ഡിക്ലൈൻ ഒരു കാരണമാണ്, ഇവരുടെ ഡിക്ലൈൻ പോർച്ചുഗീസുകാരുടെ. ഓക്കെ, അങ്ങനെ ഇവർക്ക് കൂടുതൽ പവർ കിട്ടി, പോർച്ചുഗീസിനെ റീപ്ലേസ് ചെയ്തു ഇവർ. ഓക്കെ, അതുപോലെ അംബയോമ എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. അബോയാമ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഓക്കെ, അവിടെ പോർച്ചുഗീസായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാരെ ഡച്ച് റീപ്ലേസ് ചെയ്തു. അതായത് അവരെ അവിടെ തോൽപ്പിച്ചു. ഓക്കെ, റീപ്ലേസ് ചെയ്ത്, അതായത് 1605 അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് മെന്ന്, അത് കഴിഞ്ഞിട്ട് അവിടെ ആരുടെ കൺട്രോളിലായി, ഡച്ചുകാരുടെ കൺട്രോളായി. അവിടെ കുറച്ച് ഇംഗ്ലീഷ് മെൻ ആ പ്ലേസിലേക്ക് വന്നു, അബോയാമയിൽ വന്നു. അവരെ മസാക്കർ ചെയ്തു, ഡച്ച് മസാക്കർ ചെയ്തു. അപ്പോൾ ട്രേഡ് എന്നുള്ളതും മാറിയിട്ട് ശരിക്കും ഒരു ശത്രുതയിലോട്ട് മാറി. അതായത് ആംഗ്ലോ ഡച്ച് റൈവലറിയിലോട്ട് ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മാറി. അത് 1623 അത് നടന്നത്. ഓക്കെ, 1623. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഒരുപാട് കോൺഫ്ലിക്ട്സ് ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, ഡച്ചും ബ്രിട്ടീഷേഴ്സും. ഫൈനലി 1667 ഒരു കോംപ്രമൈസിൽ എത്തുകയാണ്. കോംപ്രമൈസ് എന്താണെന്ന് വെച്ചാൽ ഡച്ചുകാർക്ക് ഇന്തോനേഷ്യ അത് മലയ ആർക്കിപ്പെലാഗോയും ഇംഗ്ലീഷുകാർക്ക് ഇന്ത്യയും ഡച്ചുകാരെ സമ്മതിച്ചു. ഓക്കെ, അങ്ങനൊരു കോംപ്രമൈസിലെത്തിയെങ്കിലും ഇടയ്ക്ക് വെച്ച് പിന്നും എന്താണ് കോൺഫ്ലിക്ട്സ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ആംഗ്ലോ ഡച്ച് വാർസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആംഗ്ലോ ഡച്ച് വാർസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഈ ടൈമിൽ ബ്രിട്ടീഷേഴ്സ് അവരുടെ ബേസ് എങ്ങോട്ട് മാറ്റി, ബോംബെയിലോട്ട് മാറ്റുകയും ചെയ്തു. ബോംബെയിലോട്ട് അവരുടെ ബേസ് മാറ്റി, സൂറത്തിൽ നിന്ന് മാറ്റി ബോംബെയിലോട്ടാക്കി. ഓക്കെ, ഈ ആർച്ചിപ്പെലാഗോ, അത് മലൈ ആർക്കിപ്പെലാഗോയിലെ ഡോമിനൻസ് ആർക്കായി, മലൈ ആർക്കിപ്പെലാഗോയിലെ ഡോമിനൻസ് ഡച്ചിനായി. അപ്പോൾ ബേ ഓഫ് ബംഗാളിൽ വെച്ചിട്ട് ഒരു ബ്രിട്ടീഷ് ഷിപ്പിനെ ഇവർ തടഞ്ഞു നിർത്തി, മനസ്സിലായോ, ബേ ഓഫ് ബംഗാളിൽ. അത് 1759 അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അവിടെ ഒരു ബാറ്റിലുണ്ടായി. അടുത്ത പേജിലായിരുന്നു നമുക്ക് 1759 ബ്രിട്ടീഷേഴ്സ് ഡച്ച്. 1759 ഒരു ബാറ്റിലുണ്ടായി. ആ ബാറ്റിലിൻ്റെ പേരാണ് ബാറ്റിൽ ഓഫ് ബദാറ, അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ചിൻസൂറ, അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ഹൂഗ്ലി. ഓക്കെ, ഈ ബാറ്റിൽ കഴിഞ്ഞതോടുകൂടി ഡച്ച് ഡിഫീറ്റായി, ഡച്ച് തോറ്റു. ഈ വാറിൽ ബാറ്റിൽ തോറ്റു കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ട്രേഡ് ഒരുപാട് കുറഞ്ഞു, ലിമിറ്റഡ് ആയിരുന്നു. അതായത് ഒരു കോംപ്രമൈസ് ചെയ്തപ്പോഴത്തേക്കും തന്നെ ട്രേഡ് കുറച്ച് കുറഞ്ഞിട്ടാണ്. ഇപ്പോൾ കുറച്ചുകൂടി കുറഞ്ഞ് അവസാനം ഇവരിവിടുന്ന് പോവുകയാണ്. ഓക്കെ, ഇന്ത്യൻ ടെറിട്ടറിയിൽ നിന്ന് പോവുകയാണ്. ബ്രിട്ടീഷേഴ്സിൻ്റെ ആധിപത്യമാണ്, മനസ്സിലായത് കഴിഞ്ഞ ശേഷം. അതാണ്
ബാറ്റിൽ ഓഫ് ബദാറ. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ, ഡച്ചിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇവരുടെ സെറ്റിൽമെൻറ്റ്സ് എവിടെയൊക്കെയാണെന്ന് നോക്കാം. സെറ്റിൽമെൻറ്റ്സ് ഓക്കെ, ഇയർ വൈസ് നോക്കാം. ആദ്യം 1605 ഇവിടെ സെറ്റിൽമെൻറ്റ്, ആദ്യത്തെ സെറ്റിൽമെൻറ്റാണ് മസൂളിപട്ടണം. മസൂളിപട്ടണം ആന്ധ്രാപ്രദേശിലാണ്. അടുത്തത് 1610 അവരുടെ സെറ്റിൽമെൻറ്റ് പുലിക്കട്ട് തമിഴ്നാടുവിലാണ്. അത് കഴിഞ്ഞിട്ട് 1616 അവരുടെ സെറ്റിൽമെൻറ്റ് സൂറത്ത് ഗുജറാത്തിൽ. ഓക്കെ ദെൻ 1641 ഭീമിലിപട്ടണം ആന്ധ്രാപ്രദേശിലാണ്. 1645 കരൈക്കൽ പുതുച്ചേരി. 1653 ചിൻസൂറ വെസ്റ്റ് ബംഗാളിലാണ്. 1653 ഓക്കെ. അത് കഴിഞ്ഞിട്ട് 1658 ആ ഒരു ഇയറിൽ കുറേ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് കാസിം ബസാർ ബാരാനഗർ. കാസിം ബസാറും ബാരാനഗറും വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, നെക്സ്റ്റ് പാറ്റ്ന ബീഹാർ. ബലാസോർ ഒഡീഷ. ഇത്രയാണ് 1658 നടന്നത്. അതുകൂടാതെ ലാസ്റ്റ് ഒരു സെറ്റിൽമെൻറ്റും കൂടെയാണ് 1663 കൊച്ചിൻ കേരളയിൽ. ഇവിടെയും ഇവരുടെ സെറ്റിൽമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ അഡ്വെൻറ്റ് ഓഫ് ഡച്ച്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.